നമുക്ക് ഈ കേക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്കാവേ. നല്ല ടേസ്റ്റാണ് ഇതിന്. ഈന്തപ്പഴവും നട്ട്സും അതുപോലെ തന്നെ ക്യാരറ്റും എല്ലാം കൂടെ മിക്സായിട്ട് നല്ല ടേസ്റ്റാണ് അതിന്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്കിന്ന് ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മൈദ ഒരു 1/4 കപ്പ് മൈദ. പഞ്ചസാര ഇത് 1/4 കപ്പ് പഞ്ചസാരയാണ്. പിന്നെ 1/4 കപ്പ് നമുക്ക് കാരമലൈസ് ചെയ്യണം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 1/4 കപ്പ്. ഈന്തപ്പഴം ചെറുതായിട്ട് മുറിച്ചത് 1/4 കപ്പ്. നട്ട്സ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇതുപോലെ ക്രഷ് ചെയ്തിട്ടത് കുറച്ചെടുത്താൽ മതി, ഒരു 2-3 സ്പൂൺ. പിന്നെ ഇത് കറുവാപ്പട്ട പൊടിച്ചതാണ് കേട്ടോ, കുറച്ച് മതി കറുവാപ്പട്ട പൊടിച്ചത്. പിന്നെ ഉള്ളത് ഒരു പിഞ്ച് ഉപ്പാണ്. പിന്നെ ബേക്കിംഗ് സോഡ. ഇത് നമുക്കൊരു 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ഇടണം. പിന്നെ വേണ്ടത് നമുക്ക് 2 മുട്ടയാണ് കേട്ടോ. ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. പാം ഓയിൽ 1/2 കപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് വാനില എസൻസ് ആണ് കേട്ടോ. ഇത് നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴേ അതിലൊരു സ്മെല്ല് വരും. അപ്പോൾ ആ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ വാനില എസൻസ് ചേർക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാം. ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് മൈദ ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. മൈദയിലേക്ക് നമുക്ക് കറുവാപ്പട്ട പൊടിച്ചത്, ഉപ്പ്, പിന്നെ 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ, ഇതെല്ലാം ഇട്ട് നമുക്ക് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇങ്ങനെ അരിക്കുമ്പോൾ നമ്മളിട്ട കറുവാപ്പട്ടയും അതുപോലെ ബേക്കിംഗ് സോഡ, ഉപ്പ് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിക്കോളും. 3 പ്രാവശ്യം നമ്മളത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാം. 2 മുട്ട എടുത്തേക്കണത്. ഇന്ന് ബീറ്റർ നമുക്ക് ആദ്യം ഓയിൽ ഇട്ടിട്ട് പിന്നെ കൂട്ടി ഇടാം. എന്നിട്ട് നമുക്കിതൊന്ന് പതപ്പിച്ചെടുക്കാം. മുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ 1/4 കപ്പ് പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ വാനില എസൻസ് ചേർക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് പാത്രം ചെറുതായതുകൊണ്ടൊന്ന് തെറിക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കണം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്കിതിലേക്ക് 1/2 കപ്പ് പാം ഓയിൽ ചേർക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒപ്പം തന്നെ നമുക്ക് കാരമൽ സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് 1/4 കപ്പ് ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മൈദ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഹാർഡായിട്ട് കുത്തി ഇളക്കരുത് കേട്ടോ. അപ്പോൾ പൊങ്ങി വന്നിട്ടുള്ള ഈ നമ്മൾ ബീറ്റ് ചെയ്ത മുട്ട പൊങ്ങി വന്നത് താണു പോയി കഴിഞ്ഞാൽ കേക്ക് ഹാർഡാവും. ഇനി നമുക്ക് ഡേറ്റ്സ്, ക്യാരറ്റ്, നട്ട്സ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇങ്ങോട്ട് ചേർക്കാം. ഇങ്ങനെ ഒരു വശത്തേക്ക് മാത്രം ഇളക്കിയിട്ട് നടുക്കത് ഇങ്ങനെ ഒരു കട്ട് കൊടുക്കണേ. ഇങ്ങനെ ഇളക്കിയിട്ട് ഇത് ഇങ്ങനെ കട്ട് കൊടുക്കണം.
നമുക്കിനി ബാറ്റർ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഓവൻ ചൂടായിട്ടുണ്ട്. നമുക്കിനി അത് ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. നമുക്കത് 35 മിനിറ്റ് ബേക്ക് ചെയ്യാം. കേക്ക് ബേക്കായിട്ടുണ്ട്. നമുക്ക് ചൂടാറിയിട്ടത് പ്ലേറ്റിലേക്ക് കമഴ്ത്തിയെടുക്കാം.